ടൊവിനോയും ആസിഫ് അലിയും പ്രധാന വേദിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം ഉദ്ഘാടകനായിട്ടുള്ള VD സതീശനും എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഈ പ്രധാന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എത്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരാം. അല്പസമയത്തിനകം തന്നെ കലാകേരളം കണ്ട ഏറ്റവും വലിയ കൗമാരകലയ്ക്ക് അവസാനമാവുകയാണ്. തിരശ്ശീലായി വീഴുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ കൗമാരകല അവസാനിക്കുമ്പോൾ വലിയ സന്തോഷമാണ് അനന്തപുരിക്കാർക്കുള്ളത്. കാരണം സൗമ്യ സാന്നിധ്യമായിരുന്നു തിരുവനന്തപുരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും ജനസാഗരം ഇതാ അവസാന നിമിഷം ഈ അവസാന സമാപന സമ്മേളനത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ഇവിടെ എത്തി എന്നുള്ളതാണ്. ആസിഫ് അലിയും അതുപോലെ തന്നെ ടൊവിനോയും ഇതാ വേദിയിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ കാത്ത് ആയിരങ്ങളാണ് ഇതിനു മുന്നിൽ ഈ വേദിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാ വേദിയിലേക്ക് അവർ എത്തുന്നു എന്നുള്ള വിവരമാണ്. എല്ലാ ക്യാമറ കണ്ണുകളും അതുപോലെ തന്നെ ഇവിടെ കളറായി വരുന്നു. കലോത്സവത്തിന് സമാപന വേദിയിലേക്ക് രണ്ട് സൂപ്പർ താരങ്ങൾ കൂടി എത്തുകയാണ്. യുവതാരങ്ങൾ അതുപോലെ തന്നെ കൗമാരക്കാരുടെ കണ്ണിലുണ്ണിയായ ടൊവിനോ എത്തുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ് അല്ലേ റോഷ്നിക്ക് ടൊവിനോയെ വലിയ ഇഷ്ടമല്ലേ? ടൊവിനോയെ ഇഷ്ടമാണ്, ആസിഫ് അലി ഇഷ്ടമാണ്. ഈ സുജയ പറഞ്ഞ പോലെയാണ്, രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ്, യൂത്തിന്റെ വൈബാണ് രണ്ടുപേരും. ഈ കുട്ടികളുടെ ഇടയിലേക്ക്, ഇത്രയും ആവേശത്തോടെ നിൽക്കുന്ന ഈ കുട്ടികളുടെ ഇടയിലേക്ക് അതുപോലുള്ള രണ്ട് താരങ്ങൾ എത്താതെ പിന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ ഈ സമാപന സമ്മേളനത്തിൽ മാറ്റുരയ്ക്കാൻ രണ്ട് യുവതാരങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള കാഴ്ചക്കാർ മുഴുവൻ അതിന്റെ ആവേശത്തിലാണെന്നോടുകൂടി പറയാം. രണ്ട് സിനിമാ താരങ്ങളെ നേരിട്ട് കാണുന്നു. അവരുടെ കയ്യിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് തൃശ്ശൂരിലെ കുട്ടികളുള്ളത്. ഒപ്പം തന്നെ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ എത്തിയതിന്റെ സന്തോഷത്തിൽ പാലക്കാടും കണ്ണൂരും ഒക്കെയുണ്ട്. അങ്ങനെ ആവേശം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സുജയ നോക്കൂ, കളർഫുള്ളായ ദിവസങ്ങളായിരുന്നു 5 ദിവസം ഉണ്ടായിരുന്നത്. അതുപോലെ കളർഫുള്ളായ ഒരു സമാപന ചടങ്ങ് നടത്താനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ആ സമാപന സമ്മേളനം തുടങ്ങുമ്പോഴേക്ക് നമുക്കും തത്സമയം ഇതിൽ വരണം. റോഷ്നി പറഞ്ഞതുപോലെ കളർഫുൾ ആണ്. മന്ത്രി പച്ചയെങ്കിൽ തൊട്ടിപ്പുറത്ത് ടൊവിനോ ഒരു കടും നിറത്തിലുള്ള ഷർട്ട് ഇടുന്നു, ആസിഫ് അലി ഇപ്പുറത്ത് പിങ്ക് ഇടുന്നു, റഹീം പച്ചയിടുന്നു. അങ്ങനെ മൊത്തത്തിൽ കളർഫുൾ ആണ്. നമ്മുടെ ടീം പണ്ടേ വൈബാണ്, കളറാണ്. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് അനന്തപൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ സാക്ഷികളാകാൻ ടൊവിനോയും ആസിഫ് അലിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, സദസ്സ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിക്കാണ് സമാപന സമ്മേളനം. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ഒരു ചെറിയ